വോട്ട് ചോരിയിലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കിടെ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലെ ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധി ഇന്ന് വെളിപ്പെടുത്തിയേക്കും എന്നാണ് സൂചന. പ്രധാനപ്പെട്ട മണ്ഡലത്തെ സംബന്ധിച്ച് ഹൈഡ്രജൻ ബോംബ് പൊട്ടാനുണ്ട് എന്ന് രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു. വിശദ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? മുത്തേ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. ഇന്ദിരാഭവനിലെ ഈ ഹാളിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി തൻ്റെ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി പോകുന്നത്. 10 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ വാർത്താ സമ്മേളനത്തിലുള്ള വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമൊക്കെ ഇതിനോടകം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വാർത്താ സമ്മേളനം എന്തിനു വേണ്ടിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നില്ല. പക്ഷേ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്താ സമ്മേളനം എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് തന്നെ വോട്ട് ചോരി ഗദ്ദി ചോടോ എന്നതാണ്. അതായത് ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ വോട്ടർ ഈ പട്ടികയിൽ ക്രമക്കേട് നടത്തി വോട്ട് കൊള്ളയടിക്കുന്നവർ അധികാരത്തിൽ നിന്ന് മാറുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, വലിയ തിരക്കാണ് രാവിലെ തന്നെ. അതായത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം 10 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയ തിരക്ക് ഇവിടെ ഉണ്ട്. ഈ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ, അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബീഹാറിൽ നേരത്തെ ഒരു ചടങ്ങിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊട്ടുമെന്നതായിരുന്നു. ആ ഹൈഡ്രജൻ ബോംബാണ് രാഹുൽ ഗാന്ധി ഇന്നിവിടെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി, ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളായിരിക്കും ആകാം രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് കരുതുന്നത്. കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ ഇന്ദിരാഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പവൻ കേര, മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള പവൻ കേര ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. 10 മണിക്ക് ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ സ്റ്റേജിൽ, അതായത് കഴിഞ്ഞ തവണ ബാംഗ്ലൂരിലെ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരയിലെ വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നടത്തിയിരുന്ന അതേ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം പിന്നിലൊരു നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യങ്ങളിൽ കാണാം, പിന്നിലൊരു ഈ വിശദീകരിക്കുന്നതിനായി ഈ ഒരു സ്ക്രീൻ ഉണ്ട്. ഒറ്റ സീറ്റ് മാത്രമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. ബാലഗോപാൽ